ഒരു 10-16 ഐറ്റം പിലാവുണ്ട് ഞങ്ങളത്. പല പേരിലുള്ളത്. അതെ അതെ. നമുക്ക് ഒരു വീട്ടിൽ വെക്കാൻ പറ്റാവുന്ന അടിപൊളി പ്ലാന്റുകളൊക്കെ ഇങ്ങോട്ട് വന്നോളൂ, ഇങ്ങോട്ട് വരും ഒന്ന് കാണാൻ. ഇതൊക്കെ നമ്മള് ഇപ്പൊ പ്രചാരത്തിലുള്ള വിയറ്റ്നാം സൂപ്പർ എർലി എന്ന് പറഞ്ഞ പിലാവ്. വിയറ്റ്നാം സൂപ്പർ എർലി ഇത് ചക്കോട് കൂടിയത് ഏത് ടൈമിലും ചക്ക. ഇപ്പൊ ഈ ഇതിന്റെയൊക്കെ ബുഷ് നല്ല അടിപൊളി തൈകള് എത്ര ഉസാറുള്ളത്. ചക്ക ഏത് കാലത്തും ചക്ക എന്ന് പറയുമ്പോൾ നമ്മള് എപ്പോ ചക്കയാണ് ഇപ്പൊ നോക്കിയാ ഇതുപോലൊക്കെ ചക്കല്ലേ. ഈ വലിയ ഇത്രയും ബുഷായിട്ടുള്ള അടിപൊളി പ്ലാന്റ്. ഇത് വലിപ്പം കൊണ്ട് ഉയരം കൊണ്ടാണ് ചിലർക്ക് ഉയരം കൂടിയ പ്ലാന്റ്. ഈ പ്ലാന്റുകളൊക്കെ നമുക്ക് ഏത് ദിനം തിരഞ്ഞെടുത്താലും ഒരു 1000 രൂപക്ക് നമുക്ക് കൊടുക്കാം. 1000 രൂപ കൊടുക്കാം. അടിപൊളി എല്ലാം ചക്കോട് കൂടി കൊണ്ടുപോകാം. ചക്കോട് കൂടി വിയറ്റ്നാമിൽ ശരിക്കും നമ്മൾ ചെറിയ തൈ വെച്ചാൽ തന്നെ 1.5 വർഷം മതി എന്ന് പറഞ്ഞു. അപ്പൊ ഏകദേശം 1 വർഷം കഴിഞ്ഞ തൈകളാണ്. ചക്കയുള്ള തൈകളാട്ടോ. ചക്കയോട് കൂടി കൊണ്ടുപോവാം. ഒന്ന് ചെറിയ വള കെട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇതിനേക്കാൾ വലിയ സൈസിൽ ചക്കക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം. അതാണ് അല്ലെ, അതാണ് ഈ വിയറ്റ്നാമിന്റെ പ്രത്യേകത. ഇപ്പൊ ഈ വർഷക്കാലത്ത് ഇങ്ങനത്തെ കാലത്ത് ചക്ക ചെറിയ ചക്കകളൊക്കെ ഉണ്ട്. ഇനിയിപ്പോ അത് ആർക്കും ഇപ്പൊ വലിയ തൈ 1000 വാങ്ങണ്ട. ഇങ്ങോട്ട് വരൂ, നമുക്ക് തൈ അതിനോടടുത്ത് അത്ര തന്നെ ഇതാ ഈ അടിപൊളി ഈ തൈകൾ ഇതാ ഇതും ചക്കുള്ളതിനിടാ. അതിനെ കണ്ടില്ലേക്കാ നമ്മൾ 500 രൂപ കൊടുക്കാം. 500 രൂപ കൊടുക്കും. ഈ തൈകളൊക്കെ നമുക്ക് 500 രൂപ കൊടുക്കാം. ഒരു തൈന്റെ നോക്കാൻ പുഷായിട്ടുള്ള ഉസാറുള്ള തൈകളറിയാം. ഈ കവർ സൈസുകളൊക്കെ നമുക്ക് 500 രൂപയ്ക്ക്. അതിന്റെ വലിയ തൈകള് വേക്കിൽ കണ്ടില്ല, വലിയ തൈകൾ സെക്ഷൻ 500 രൂപ കൊടുക്കാം. അതെ. ഇനിയും വേറെ ഉണ്ട് ഓഫറുകൾ. വരൂ, ഇപ്പൊ ഞാൻ ചക്ക 500 ആക്കണ്ട, നിങ്ങൾ ഇത് എടുത്തോളി. 200 ചക്ക ഉണ്ടില്ലേ, 200 രൂപക്ക് 200 രൂപേന്റെ ചക്ക ഉണ്ട്. നിങ്ങൾ അങ്ങനെ പറഞ്ഞ് 1000-ന്റെ തന്നെ വാങ്ങണമെന്നല്ലേ, 200 രൂപ കൊണ്ടായാലും ചക്ക വരും. അപ്പൊ 200 രൂപക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ചക്ക കൊണ്ടുപോകാം. ഈ ചക്ക ഇവിടെ ആദ്യം പോകും തോന്നുന്നല്ലേ? അതൊക്കെ ചിലത് പോകും, പിന്നീടായിരിക്കും വരിക. ശരിക്കുള്ളത് വരിക പിന്നീടായിരിക്കും. അപ്പൊ നമുക്ക് ചെറിയ പ്രായത്തിൽ ചക്ക വരുന്നുള്ളതിനൊരു ഇതാണ് കാണിക്കുന്നത്. അതേമാതിരി ഒരുപാട് പ്ലാന്റ് ഇവിടെ ഉണ്ട്. ഇനി ഇവിടെ വന്ന് നോക്കൂ, ഇനി ഒരു 300 രൂപ അതിന്റെ മുകളിൽ ഒരു 200 കഴിഞ്ഞാൽ ഒരു 300 തൈകൾ. ഇതൊക്കെ നമുക്ക് എന്താ പറയുക, അത്രയും ഉഷാറായിട്ടുള്ള ഈ തൈകളൊക്കെ നമ്മൾ കൊടുക്കുന്നത് 300 രൂപക്ക് കൊടുക്കുന്ന തൈകളാണ്. കണ്ടില്ലേ, 300 രൂപ കൊടുക്കാം. അതെ, നല്ല അടിപൊളി തൈ. അതൊക്കെ കവർ സൈസ് കണ്ടില്ല, അതുകൊണ്ടാണ് അതിന് വില കൂടുതൽ. കവർ സൈസിനനുസരിച്ച് ഇതൊക്കെ നമുക്ക് ഒരു വർഷം കൊണ്ട് തീർച്ചയായും ചക്ക വരും എന്നുള്ള ഗ്യാരണ്ടിയിൽ കൊടുക്കാം. ഇനി നമ്മള് വ്യത്യസ്ത പ്ലാവുകളാണ്. ഇത് റെഡ് ആണ്, ചുവന്ന ചക്ക. ഇത് നമ്മളതേപോലെ തന്നെ ഇതൊരു ഓഫർ നിങ്ങൾക്ക് ഈ വലിയ മരങ്ങളൊക്കെ 1000 രൂപക്ക് ഏതെടുത്താലും തെരഞ്ഞെടുത്ത് കൊണ്ടുപോകാം. റെഡ് ചാക്ക്. റെഡ് ചാക്ക് നമുക്ക് 1000 രൂപ കൊടുക്കാം. 1000 രൂപ വലിയ കവറിൽ വരുന്ന വലിയ മരം. ഇനി ഇവിടെ ഈ കാണുന്ന കണ്ടില്ലേ, ഇതിന്റെ പ്രത്യേകത സീഡ്ലെസ്, കുരുല്ലാത്ത പിലാവ്, വെളഞ്ഞീനില്ലാത്ത പിലാവ്, അങ്ങനെ തുടങ്ങിയ ഓരോരോ ഐറ്റങ്ങളാണ്. അതൊക്കെ നമ്മൾ കൊടുക്കുന്നത് 400 രൂപ 350 രൂപ എന്നീ റേഞ്ചിലാണ്. വെളഞ്ഞില്ലാത്തതും ഉണ്ട്, കുരുല്ലാത്തതുണ്ട്, ഗംലസും ഉണ്ട്. അപ്പൊ എത്ര രൂപ കൊടുക്കാം? ഇതൊക്കെ നമുക്കൊരു 350 രൂപക്ക് ഒരു ഓഫർ. 500 നെറ്റിന്റെ ആണ്, 350 രൂപയ്ക്ക് നമുക്ക് കൊടുക്കാം. 350 രൂപക്കാണ് വലിയ സൈസ് കൊടുക്കുന്നത്. ഇതിനിപ്പോ ടൈം എടുക്കും ആവാൻ? ഇതൊക്കെ ചക്ക വരുന്നിട്ടുണ്ടേ. അതിമൊക്കെ ഇനിയിപ്പോ വരുവായി, നിങ്ങൾ വരാൻ പോകുന്നതാ. കുറച്ചുകൂടി നോക്കിയിട്ട് ഒന്ന് സൈസ് ആക്കി കഴിഞ്ഞാൽ അടിപൊളി. അതിപ്പോ ഈ കവറിൽ ഇങ്ങനെ നിന്നിട്ടാണ്. താഴെയൊക്കെ വെക്കാന്നുണ്ടെങ്കിൽ, ഭൂമിയിൽ വെക്കുകയാണെങ്കിലേ വളം ചെയ്ത് നമ്മൾ ഭൂമിയിൽ വെക്കുക, കുറച്ച് വെയിലൊക്കെ ഉള്ളിടത്താണെങ്കിൽ ഒരു വർഷം ഒരു പ്രത്യേക വളർച്ച വളരും ഈ പ്ലാവുകളൊക്കെ. ഇത് ധൻസൂര്യ എന്ന് പറഞ്ഞ പിലാവാണ്. ധൻസൂര്യ സാധ്യം മധുരമുള്ള നല്ല എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയുണ്ട് കാണാൻ. ധൻസൂര്യ 33 പറഞ്ഞൊരു പിലാവുണ്ട്. അതാണ് ഇത് നമ്മൾ എന്ത് വില കൊടുക്കുന്ന? നമ്മളൊരു ഇതിന് ചെറിയൊരു വില വ്യത്യാസമുണ്ട്. ഇത് 600 രൂപക്ക് കൊടുക്കുന്നു. 600 രൂപയ്ക്ക്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത വെച്ചാൽ ഉള്ളിൽ ഭയങ്കര ചുവപ്പാണ്. പിന്നെ എന്തൊക്കെ അതാണ് ഇതിന്റെ പ്രത്യേകത. നല്ലൊരു വെറൈറ്റി ആട്ടത്. അതുമാതിരി നമ്മൾ ഈ കാണുന്നത് J33 എന്ന് പറഞ്ഞ പിലാവാണ്. ഒരു ചക്ക ഒരു 20 കിലോ 30 കിലോ തൂക്കണ്ടാവും, വലിയ ചക്ക. കായ്ക്കാൻ എന്തോ ഒരു 2 വർഷത്തെ ടൈം എടുക്കുന്നു പറയുന്നുണ്ട്. ടൈം കൊടുക്കും, പക്ഷെ നല്ല ടേസ്റ്റ് തന്നെ. ടേസ്റ്റുമാണ്, വലിയ ചക്കയാവും, നല്ല ചക്കയായിരിക്കും. പിന്നെ ഇത് കംബോഡിയൻ അല്ലേ? കംബോഡിയനും അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ. നമ്മളടുത്ത് ഈ കംബോഡിയനും ജയദേവ് അതുപോലെ തന്നെ വിയറ്റ്നാം ഒക്കെ ഈ കാണുന്ന സ്റ്റോക്കിനെ ഉള്ളൂ. അല്ല, അത് കുറെ കാണിക്കാണ്ട് അപ്പുറത്തേക്കുണ്ട്. അപ്പൊ ആരും ഒന്ന് ചോദിച്ചാൽ ഒരുപാട് കൊണ്ടാറുണ്ട് അല്ലേ? ഞങ്ങൾ കുറെ തൈകൾ ചെറുതിനെ വലുതാക്കാൻ വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ലോ, അല്ല വലിയ സൈസ് ചോദിച്ചിരുന്ന ആൾക്കാരുണ്ട്. ഏറ്റവും വലിയ സൈസ് ഇപ്പൊ നമ്മളിത് എത്ര രൂപ വരും? നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് 1200 രൂപക്കാണ്. നമ്മൾ ഓഫർ എന്ന് പറഞ്ഞാൽ 1000 രൂപക്ക് കൊടുക്കാം. 1000 രൂപ കൊടുക്കാം. അത് നമ്മളാകെ 200 രൂപ വരെ ഉണ്ട്. 200 രൂപ വരെയാണ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ചെയ്യുന്ന വെച്ചാൽ 200 രൂപ തൈകൾ ഇതാണ്. ഇത് ഇനിയിപ്പോ ഒരാൾ വന്നിട്ട് കുറച്ച് കൂടുതൽ വാങ്ങുകയാണെങ്കിൽ നമുക്ക് 150 രൂപ കൊടുക്കാം. 150 രൂപ കൊടുക്കാം.
ക്വാണ്ടിറ്റി കൂടുമ്പോ കൂടും കൂടുതൽ എടുക്കണം ഒരു തയ്യല്ല കേട്ടോ. ഒരു തയ്യല്ല അത്യാവശ്യം ഹോൾസെയിൽ റേറ്റ് ആണ് ആ പറഞ്ഞത്. ഒരു 150 രൂപ റേറ്റ് നമ്മൾ 200-നും ഹോൾസെയിൽ കുറച്ചധികം കൂട്ടായി എടുക്കണേ 350 രൂപ കൊടുക്കാം. ഇനിയിപ്പോ ഒന്നുകൂടി കൂടുതൽ എടുക്കാൻ 150 എന്തെങ്കിലുമൊക്കെ ചെയ്യാറില്ല. അതിലെന്ത് ചെയ്യാട്ടോ അപ്പൊ കണക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇത് നമ്മള് റംബുട്ടാൻ തൈകളെ ഇങ്ങനെ വലിയ കവറിൽ വെച്ച് വലുതാക്കി നമുക്ക് പൈസ വലുതാവാൻ വേണ്ടി വെച്ചതാ. ഇവിടെ ഇരുന്ന് വലുതാവും വലിയ പൈസ കൊടുക്കാൻ കുറെ തൈകൾ വെച്ചിട്ടുണ്ട് ഇതേപോലത്തെ. ഇപ്പൊ ഈ തൈ നമ്മൾ വെക്കുന്ന ഈ 600 രൂപ വെക്കുന്ന ഈ തൈകൾ ഇതാ, ഈ തൈകളൊക്കെ നമ്മൾ 600 രൂപ കിട്ടി വെക്കുന്നതാണ്. ഈ വലിയ കവർ സൈസ് എല്ലാം 600 രൂപ വരുമ്പോ ഓരോ തൈകളും അത്യാവശ്യം ഇങ്ങനെ മണ്ണൊക്കെ വെക്കാനുള്ള നല്ല അടിപൊളി തൈ, നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അടിപൊളി തൈകളാണ്. എത്ര വേണമെങ്കിലും ഉണ്ട് കേട്ടോ. ഒരു 1.5 വർഷം വെയിറ്റ് ചെയ്താൽ മതി അല്ലേ? അപ്പൊ ഇതിൽ എന്തായാലും 2ാം വർഷത്തിലേക്ക് എന്താ പറയാ, ഒരു വർഷം കഴിഞ്ഞ് 2ാം വർഷത്തിലേക്ക് എന്തായാലും ഒരു ചെറിയ വളമൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സെറ്റ് ആക്കാം. ഞങ്ങൾ റെഡി ആക്കി വെച്ചതാണ്. അത് നമ്മൾ ഇനി മണ്ണ് കണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡബിൾ ആയിട്ട് ഉഷാറായിരിക്കും. തൈകള് ആളുകൾക്ക് റംബുട്ടാൻ ഇവിടെ നോക്കും ഇഷ്ടമുള്ള 200 രൂപക്ക് തൈ ഉണ്ട്. റംബുട്ടാന്റെ പല പേരിലുള്ള കേട്ടോ. ഇതൊക്കെ ഓരോ വ്യത്യസ്ത റംബുട്ടാൻ തൈകളാണ്. ഇതൊക്കെ നല്ല അത്യാവശ്യം കാണുമ്പോ തന്നെ നല്ല മരങ്ങളല്ലേ, നല്ല അടിപൊളിയായിട്ട്. ഈ തൈകളൊക്കെ എന്ത് അടിപൊളി തൈകളാണ്, കണ്ടില്ലേ? നല്ല മരങ്ങളാട്ടോ. ഇതിന്റെ അടിവണ്ണൊക്കെ നോക്കുന്നുണ്ടെങ്കിലും സൂപ്പറാണ്. ബോയ് ഉണ്ട്, വിൻജോയ് ഉണ്ട്, സ്കൂൾ ബോയ് ഒക്കെ ഉണ്ട്, എല്ലാ ഐറ്റം ഉണ്ട്. അപ്പൊ നമ്മൾ 200 രൂപ കൊടുക്കുന്ന റംബുട്ടാൻ ഇതാ ഇവിടെ കണ്ടില്ല, ഈ തൈകൾ 200 രൂപ കൊടുക്കുന്നു. 200 രൂപ കൊടുക്കുന്ന പഴങ്ങളെ കാണുന്നത് കേട്ടോ. അതെ. ഇനി ഒരാൾ വന്ന് നമുക്ക് വലിയത് വാങ്ങാൻ വയ്യാറിന് ചെറിയ തൈ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മളടുത്ത് NIT ആണ്. 2 വർഷം നോക്കി കഴിഞ്ഞാൽ ഇതിലൊക്കെ ചിലത് വളരെ അടിപൊളി കേട്ടോ. നല്ല ഒരു മരങ്ങളായി കാണിക്കുന്നതൊക്കെ നല്ല തൈകൾ. ഈ കാണൊക്കെ റംബുട്ടാൻ പെട്ടാനല്ലേ? NIT വെറൈറ്റി തന്നെയല്ലേ? അല്ല അതിപ്പെട്ടന്നെ. പിന്നെ ഓരോരോ വ്യത്യസ്ത പേരിലുള്ള മരങ്ങളൊക്കെ ഉണ്ട് ഉണ്ടല്ലോ അല്ലേ? എല്ലാ റംബുട്ടാൻ ഏത് വെറൈറ്റി ചോദിച്ചാലും ഏത് സൈസിലും കിട്ടും അല്ലേ? ഈ കലാപാടി തൈകൾ ഇതാ, ഇതിപ്പോ നമ്മള് ഒരു ഓഫറിൽ കൊടുക്കുക. 500-ഉം 600-ഉം ഒക്കെ വെള്ളത നമ്മളിതൊരു 300 രൂപക്ക് കാലാപാടിന്റെ. ഇത് നല്ല പ്രത്യേകത. ഈ വലുപ്പമായാലും ഇതിന് ഫ്ലവർ ചെയ്യും വരണല്ലോ. അതാണ് പ്രത്യേകത. കലാപാടിന്റെ ഒരുപാട് വലുപ്പങ്ങൾ നമ്മളെ കണ്ട് 600-ന്റെയും 1000-ന്റെയും 1000 അങ്ങനെ കണ്ട്. പക്ഷെ ഈ തൈകൾ നമുക്കിപ്പോ എന്ത് ചെയ്യാം, ഓഫർ റേറ്റില് 300 രൂപക്ക് ഈ ഓണം ഓഫറിൽ ഒരു 300 രൂപക്ക്. ഈ 300 രൂപന്റെ സൈസ് നമ്മൾക്ക് ക്വാണ്ടിറ്റി കൂടുതലുണ്ടോ? എത്ര വേണേലുണ്ട്, ഒരുപാടുണ്ട്. ഒരു 500 ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ക്വാണ്ടിറ്റി ചെറിയ വ്യത്യാസത്തിൽ കൊടുക്കാം. അപ്പൊ ഇതുപോലത്തെ ഒരുപാട് ഐറ്റംസ് നമ്മൾ എടുത്തുണ്ട്. കാലാപാടി ആണെങ്കിലും ഒരുപാടുണ്ട്. മാവിന്റെ എല്ലാ വെറൈറ്റി നമ്മളെടുത്ത് ഒരുപാട് സ്റ്റോക്ക് ഇരിപ്പുണ്ട്. മാവന്തകളുടെ നല്ല അടിപൊളി മാവന്തകൾ കാണിക്കുന്നത് എല്ലാ വെറൈറ്റീസും ഉണ്ട്. നമ്മൾ ഇതൊക്കെ ഇത്ര അത്യാവശ്യം വലുപ്പമുള്ള മാവന്തകൾ കേട്ടോ. നമ്മൾ 250 രൂപക്ക് ഓഫറിൽ കൊടുക്കുകയാണ്. 300 രൂപക്ക് വില പറഞ്ഞതാണ്. 250 രൂപക്കാണ് ചെറിയ കവറുകളൊക്കെ കൊടുക്കുന്നത്. ഇതൊക്കെ അത്യാവശ്യം ഇവിടെ നമ്മളിത് ക്വാണ്ടിറ്റി ഉണ്ട്. നല്ല മാവന്തകൾ, മാവന്തകളുടെ ഒരുപാട് ശേഖരം ഇവിടെ കാണുന്നുണ്ട്. ഒന്നും നല്ല ഒരുപാട് വെറൈറ്റീസ് കേട്ടോ.